വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാർക്ക് പോവാൻ കേട്ടോ. എനിക്കൊന്ന് കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ട്രിപ്പൊക്കെ പോണേ. ഞങ്ങളെല്ലാം എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഇതെല്ലാം നമുക്ക് കൊണ്ടുള്ള ബാഗാണ്. ഈ വീട്ടിൽ നിന്ന് മാത്രം ഇത്രയും ബാഗുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മുടെ വണ്ടി വരാൻ ലേറ്റായി. കാരണം നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് വേറൊരു വണ്ടിയാണ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ വണ്ടിയിലൊക്കെ കയറി വണ്ടിയിലേക്കുള്ള സാധനങ്ങൾ, ഗ്യാസ്, നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സാധനങ്ങൾ, പിന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. അതൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകാൻ തയ്യാറെടുക്കുവാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ഗാവുൻ്റെ ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥന ഒരു 2-3 ഉണ്ടായി. 2 ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ രണ്ടാമത്തെ ആങ്ങളെയാണ് കേട്ടോ, ജോബങ്കിള്. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ അമ്മയുടെ ആദ്യത്തെ ആങ്ങളെയാണ്. ബോളങ്കാലാണ് നമ്മുടെ വീട്ടിൽ വിളിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കാം. അപ്പോൾ ജോബങ്കിൾ പിന്നെ നമ്മുടെ ജിൻസി ആൻറ്റി വണ്ടി കയറി. ജിൻസി ആൻറ്റി വന്നപ്പോഴേക്കും കുറച്ച് സമൂസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജിൻസി ആൻറ്റി ജോലി സ്ഥലത്തു നിന്നാണ് വന്നത്. അപ്പോൾ ആൻറ്റിയുടെ ജോലി സ്ഥലത്തു നിന്നാണ് പിക്ക് ചെയ്തത്. സാധനങ്ങളെല്ലാം നേരത്തെ നമ്മൾ വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് വണ്ടിയിൽ പാക്ക് ചെയ്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മറിയാമ്മ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങി. ഇനി വന്നത് ഇതെൻ്റെ അമ്മയുടെ 3ാമത്തെ ആങ്ങളെയാണ്. പേര് കുഞ്ഞാന. നമ്മളിവിടെ വിളിക്കുന്നത് കുഞ്ഞാന. ശരിക്കും പേര് ജെൻസൺ എന്നാണ് കേട്ടോ. 3 പേരും നല്ലോണം പാടും. എൻ്റെ അമ്മയും പാടും. അമ്മയുടെ പാട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കിമ്മൻ്റെ കിട്ടിയില്ല എന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ആകാശമാകെ കണിമല കതിരുമായി ഉടരിപ്പോയി പുതുമഞ്ഞിന് പൂവിടാ കൊതിയായി വരൂ ആകാശമാകെ ലാലാ. പിന്നെ നമ്മൾ ഹെയർ പിന്നിലേക്ക് കയറി തുടങ്ങി. നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. പോണ വഴിക്ക് തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നിങ്ങൾ എല്ലാവരും മൂന്നാർക്ക് പോയിട്ടുള്ളതല്ലേ. നേരത്തെ പാട്ടുകൾക്ക് ശേഷം തലക്കിത്തിരി വെളിവ് കിട്ടിയ സമയമാണ് ഗൈസ്. അതേ വ്ലോഗ് എടുക്കുന്നതാണ് ജിൻസി ആൻറ്റി. കൊച്ചിനെ കാണിക്കുന്നു. പാട്ടുകാരൻ ഗാവ്, അമ്മയുടെ ഇളയ ആങ്ങള വിത്ത് ഭാര്യ. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതവിടെയാണ് ആദിവാസി സംരക്ഷണ സമിതി. അങ്ങനെ എന്തൊരു സ്ഥലത്ത് ഇതാണ് നമ്മൾ വന്ന വണ്ടി. ഫുഡ് കഴിക്കാൻ 2 കാലായി. അല്ല അൽഫി, വിശക്കുന്നുണ്ടോ? ഒട്ടുമില്ല. ഞങ്ങളുടെ വീട്ടിൽ തമ്മിൽ തല്ല് നിസ്സാരം ഒന്നുമല്ല. കണ്ട അപ്പം തല്ലുകൂടെയാണ്. കണ്ടില്ലേ, ഇതുപോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ കുറച്ച് പട്ടി ഷോകളും പിന്നെ കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് അറിയില്ല. കുറച്ച് ഷോർട്സൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. 10-28 മിനിറ്റിൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ അത് കട്ട് ചെയ്ത് 10 മിനിറ്റിലേക്ക് ഒതുക്കിയതാണ് കേട്ടോ. നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. ചായ കുടിക്കാൻ നിർത്തിയേക്കണേ അല്ലേ ജിൻസി ആൻറ്റി? പള്ളിയിൽ പോണോ? എന്ത് രസം ഇവിടെ കാണാനറിയോ? ഇപ്പൊ നമ്മള് വൈകിട്ട് ചായ കുടിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തിയേക്കുന്നതാണ്. ചായയൊക്കെ കുടിക്കുന്നുണ്ട്. എനിക്ക് വായിൽ വെച്ചിരുന്നുണ്ട്. അങ്ങനെ കുറച്ച് സീനാണ്. അടിപൊളിയായിരുന്നു അവിടെ കാണാനും പിടിക്കാനൊക്കെ. നല്ല രസമുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു ഫീൽ ഇല്ലെന്നുള്ള, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നല്ല അടിപൊളി വ്യൂ കണ്ടിട്ടോ. സൺസെറ്റ്. അപ്പോൾ നമ്മൾ പോയേക്കുന്നത് സൂര്യനലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. നല്ല അടിപൊളി സ്റ്റേക്കേഷൻ ആയിരുന്നു. ഫോണിൽ കാണുന്നത് എത്രത്തോളം ഭംഗിയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ അതിമനോഹരമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവിടെ നമ്മൾ ചിലപ്പോൾ 4 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല അടിപൊളി കട്ടൻ ചായക്ക് കിട്ടി. ആ കാണുന്ന മലയിൽ നിന്നാണ് നമ്മുടെ അരിക്കൊമ്പൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത്. നല്ലോണം കൊച്ചിനെ നോക്കുന്നുണ്ട്.
ജിൻസാൻഡി സവാള അരിയുന്നു. മെൽജാൻഡി സവാള അരിയുന്നു. ആൽഫിന് ഇവിടെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് 4 ടെൻറ്റുകളാണ്. അത് നമുക്ക് വേണ്ടി അവർ ഒരുക്കിയിട്ടേക്കുന്നതാണ് കേട്ടോ. അവിടെ വേണമെങ്കിൽ നമുക്ക് രാത്രി കിടക്കാം. പിന്നെ അടിപൊളി ലൈറ്റും കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. നല്ല വൈബാണ് അവിടെ ആക്ച്വലി. എല്ലാവരും ഗൈസ് എല്ലാവരും ഹായ് പറയോ, ഹായ് പറയൂ. ഒരു ഭൂതത്താനും കൂടി ഇവിടെ ഇപ്പണ്ടേ കണ്ട് മറിയാമ്മനെ കാണാൻ ഇവിടെ പറ്റുള്ളപ്പാ. അപ്പോൾ നമ്മൾ രാത്രി കുറേ നമ്മൾ തന്നെയാണ് പാചകമൊക്കെ ചെയ്യുന്നത്. അതിനുള്ള പാത്രങ്ങളും സാധനങ്ങളും ആ ചേട്ടൻ തന്നെ നമുക്ക് അവിടെ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുത്തന്നെ ഒറ്റയ്ക്ക് മറിയാമ്മനെയും കൂട്ടി അവിടെ പോയി ഊഞ്ഞാലാടുന്നുണ്ട്. എന്തിനാണെന്ന് അവനും അറിഞ്ഞൂടാ, അവൾക്കും അറിഞ്ഞൂടാ. അപ്പം അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ സ്റ്റേക്കേഷനിൽ നമ്മൾ തന്നെയാണ് ഫുഡും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നല്ല അടിപൊളി ഇതായിരുന്നു. പിന്നെ നമ്മൾ രാത്രി ഉണ്ടാക്കിയത് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. ഗ്രിൽ ചിക്കനും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റിക്കപ്പനാണ്. സവാളയൊക്കെ ഇളക്കാൻ നല്ല മിടുക്കനാണ്. അപ്പോൾ ഇളക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന റിക്കപ്പനാണ്. എല്ലാവരും തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഞാൻ മാത്രം മാറി നിന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും അറിയാമായിരുന്നു ഇടയ്ക്ക് എൻ്റെ അരികത്ത് തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിൻസാൻഡ്ര ഒരു ഡാൻസ് ഉണ്ടല്ലോ. ഒരു സൈക്കോ ഇവിടെ എൻ്റെ കൈ പൊക്കി കളിക്കുന്നുണ്ട്. പിന്നെ ഞാനും സോനയും എൻ്റെ അമ്മയുടെ ആങ്ങളെയും കൂടി ഒരു പാട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്ത് പോയി. സ്റ്റേക്കേഷനിൽ ക്യാമ്പ് ഫയറും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ ചേട്ടൻ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പം ചെറിയ അടിപൊളി പരിപാടിയൊക്കെ നമ്മുടെ ഇടയിൽ നടപ്പുണ്ട് കേട്ടോ. ഫുഡ് നമ്മൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞല്ലോ. പക്ഷേ ഫുഡ് വേണമെങ്കിൽ ആ ചേട്ടൻ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ആ ചേട്ടൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രില്ലിങ് നമ്മുടെ നിഖിലും ആ ചേട്ടനും പിന്നെ റിക്കിയൊക്കെ കൂടിയാണ് മെയിനായിട്ട് നോക്കിയത്. പിന്നെ അങ്കമാരിക്ക് എല്ലാവരും തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാറി മറിച്ചൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ക്യാമ്പ് ഫയർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, തണുപ്പിന് നേരെ ചൂടെടുപ്പ് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. നമുക്ക് മറക്കാനാവാത്ത കുറേ അനുഭവങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല മെമ്മറബിളായിട്ടുള്ള കുറേ മെമ്മറീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് ഫാമിലിയായിട്ട് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇനിയും നമ്മൾ അടുത്ത വർഷം അവിടെ തന്നെ പോകണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ കേട്ടോ. എല്ലാവരും ടെൻറ്റിൽ ഇത്തിരി കിടക്കാൻ പോണേ. രാത്രി കിടക്കില്ല കേട്ടോ, പേടിയായിട്ട് വയ്യ.
എല്ലാം ടെന്റിൽ കിടക്കുവാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. നല്ല തണുപ്പുണ്ട്, കോട ഇല്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ വ്യൂ അടിച്ചത് രാവിലെ ഒരു 6 മണിയായപ്പോൾ തന്നെ ഞാനും എല്ലാവരും തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. സൺറൈസ് നല്ലോണം കാണാൻ പറ്റി. വീഡിയോയിൽ എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം വന്നത് ഞാൻ നല്ലോണം ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറൊന്നും പറയാനില്ല, അടിപൊളി സ്റ്റേക്കേഷൻ. അത് തന്നെ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ, നല്ല സമാധാനം ഉണ്ടായിരുന്നു ഈ സിറ്റിയിൽ നിന്നൊന്നും മാറി നിന്നപ്പം. അവിടെ നമുക്ക് കളിക്കാനായിട്ട് ബോളും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുതൽ ചെന്നപ്പോഴുള്ള കളിയാണ്. നിഖിലും കൂടിയിട്ടുണ്ട്, അങ്കമാരും ഉണ്ടായിരുന്നു, ഞാനും കളിച്ച്. എല്ലാവരും ഫുട്ബോളിലെ ഒരു ഫുട്ബോൾ ലവേഴ്സാണ് ഞങ്ങളുടെ ഫാമിലി. ഞാൻ രാവിലെ പുട്ടും കറിയും തിന്നാമാ. ഞാൻ ഇടക്കുത്തിലേക്ക് പോവാണല്ലോ. എടോ നോക്കിയോളൂ, നമ്മളേതോ കാട്ടിക്കൂടെയൊക്കെ പോവാണ് ഗൈസ്. കണ്ട എൻ്റെ അപ്പൻ്റെ അവിടെ നിന്ന് മല കയറുന്നുണ്ട്. എൻ്റെ അപ്പനാണ് പോണത്. ഹായ് ഗൈസ്, ഒന്നിനെ ഞാൻ തട്ടി. പിന്നെ നമ്മൾ പോയത് ആനയിടിക്കുത്തിലേക്കായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആകെ സങ്കടപ്പെട്ടു പോയി. മലയും കുന്നൊക്കെ കയറി ചെന്നിട്ട് വെള്ളമില്ലാത്തപ്പോൾ ഒന്നുകൂടി സങ്കടമായി. പിന്നെ ഞങ്ങൾ മേളിൽ ചെന്ന് പോയപ്പോൾ ഇത്തിരി വെള്ളം ഉണ്ടായി. ആ വെള്ളത്തിൽ എല്ലാത്തിനെയും കുളിപ്പിച്ച് സമാധാനിപ്പിച്ച് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്ര ഉള്ള ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. ബൈ.